ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ രീതിയിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ കുൾഫി തയ്യാറാക്കാൻ നോക്കാം. കുൾഫി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ഒരു 3/4 ലിറ്റർ പാലാണ്. അപ്പം നമുക്ക് പാൽ ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടലി ഒരു 3/4 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റവിന്മേൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പം ഈ പാല് സ്റ്റവിന്മേൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓരോരുത്തരുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ അതിന്റെ തോട് മാറ്റി അതിന്റെ കുരു മാത്രമാണ് ചേർക്കുന്നത്. ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മതിയാവും. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന പാല് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാലൊന്ന് നന്നായി അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുൾഫി മോൾഡിലേക്ക് നിന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു കുൾഫി മോൾഡ് എടുക്കാം. ഞാനിവിടെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് കുൾഫി സെറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിനുവേണ്ടി കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഡ്യൂട്ടി ഫ്രൂട്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ നമുക്ക് കടകളിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ കുട്ടികൾക്ക് ഈ വേനൽക്കാലത്ത് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കുൾഫിയുടെ റെസിപ്പി. പാലായതുകൊണ്ട് വളരെ നല്ലതാണ് കുട്ടികൾക്ക്. ഇതുപോലെ ഞാനിപ്പോൾ ഈ കുൾഫി മോൾഡിൽ ഈ മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അത് സെറ്റായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അത് മേലിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് കറക്റ്റ് കുൾഫി സെറ്റായി വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ കുൾഫി മോഡിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വളരെ എളുപ്പമാണ് നമുക്ക് കുൾഫി തയ്യാറാക്കാൻ. കണ്ടില്ലേ എത്ര സമയം എടുത്തു? പെട്ടെന്ന് തന്നെ നമുക്ക് കുൾഫി തയ്യാറാക്കിയല്ലേ. ഞാനിപ്പോൾ ഈ കുൾഫി മോൾഡിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് കുൾഫി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കുൾഫി ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് 8 അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. 8 അവേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പുറത്തെടുത്ത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിൻ്റെ മേലിലായിട്ടൊരു 10 സെക്കൻഡ് ഞാൻ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് നന്നായിട്ട് ഈ കുൾഫി മോൾഡിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കുൾഫി ഓരോന്നായിട്ട് ഇതിൽ നിന്നും എടുക്കാം. കണ്ടോ, ഈസി ആയിട്ട് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇളകി കിട്ടുന്നുണ്ട്. കണ്ടോ, നമ്മുടെ അടിപൊളി കുൾഫി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഈ മോൾഡിൽ നിന്നും ഈ ഓരോ കുൾഫിയായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കുൾഫി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ
കുൾഫി ഈ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുൾഫിയാണിത്. പാല് കൊണ്ട് മാത്രമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യാൻ വേണം. താങ്ക്